അമേരിക്കക്ക് ഇറാനിൽ ഒരു ഗ്രൗണ്ട് ഓപ്പറേഷൻ നടത്താൻ സാധിക്കുകയില്ല എന്നതിന്റെ വ്യക്തമായ തെളിവായിരുന്നു പൈലറ്റിനെ രക്ഷിക്കാൻ വേണ്ടി അമേരിക്ക നടത്തിയ ശ്രമങ്ങൾ. ഇതിനെക്കുറിച്ച് ഇറാൻ പറഞ്ഞിരിക്കുന്നത് പരാജയപ്പെട്ട ശ്രമം എന്നാണ്. അതിന് പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട്. പൈലറ്റിനെ രക്ഷപ്പെടുത്തിയെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നു. എവിടെയാണ് പൈലറ്റ് എന്നോ പൈലറ്റിന് എന്ത് സംഭവിച്ചു, അദ്ദേഹത്തിന് ജീവനുണ്ടോ, ഈ കാര്യങ്ങളൊന്നും വ്യക്തമല്ല. എങ്കിൽ പോലും ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തി വലിയ രൂപത്തിലുള്ള നാശനഷ്ടങ്ങൾ അതിലൂടെ ഉണ്ടാവുകയും ചെയ്തു. ഏകദേശം 800 മില്യണിലധികം നഷ്ടമാണ് ഈ ഒരു ഓപ്പറേഷനിലൂടെ അമേരിക്കക്ക് ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അത്രയും വലിയൊരു നഷ്ടം വരുത്തി ഈ പൈലറ്റിനെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ അബദ്ധമായി മാറും, അതൊരു പരാജയമായി മാറും. അതുകൊണ്ട് തന്നെ പൈലറ്റിനെ രക്ഷപ്പെടുത്തി എന്നാണ് ട്രംപ് ഇപ്പോൾ അവകാശപ്പെടുന്നത്. ഒരു പക്ഷേ രക്ഷപ്പെട്ടിട്ടുണ്ടാകും. എങ്കിൽ പോലും ഇറാന്റെ IRGCക്ക് മുന്നിൽ ഓടി രക്ഷപ്പെടേണ്ടി വന്ന സാഹചര്യം അമേരിക്കൻ സൈനികർക്ക് ഉണ്ടായിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇറാന്റെ കുവൈത്തുമായി അടുത്ത ഭാഗത്താണ് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അമേരിക്ക വളരെ പെട്ടെന്നുള്ള ഒരു നീക്കമായിരുന്നു നടത്തിയത്. പക്ഷേ സമയങ്ങൾക്കകം ഇറാൻ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ അവിടെ നൽകുകയുണ്ടായി. നമുക്കറിയാം, ഈ യുദ്ധത്തിന്റെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട C-130 എന്നറിയപ്പെടുന്ന 2 വിമാനങ്ങളാണ് തകർന്നിട്ടുള്ളത്. A-10 വിമാനം തകർന്നിട്ടുണ്ട്. 3 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകൾ 2 കാര്യമായ രൂപത്തിൽ ഗുരുതരമായ പരിക്കുകൾ സംഭവിച്ചു. 1 പൂർണ്ണമായും തകർന്നു വീഴുകയും ചെയ്തു. അതുപോലെ MQ-4 എന്നറിയപ്പെടുന്ന 2 ഡ്രോണുകൾ തകർന്നിട്ടുണ്ട്. ഇങ്ങനെ വലിയ രൂപത്തിലുള്ള നഷ്ടങ്ങൾ സംഭവിച്ച അമേരിക്കയുടെ പല സൈനികർക്കും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഗുരുതരമായ സാഹചര്യത്തിൽ അവരുടെ സൈനിക ഉപകരണങ്ങൾ പോലും എടുത്തുകൊണ്ടു പോകാൻ കഴിയാതെ ഓടി രക്ഷപ്പെടുന്ന സാഹചര്യമാണ് കണ്ടത്. അമേരിക്ക തന്നെ പറയുന്നത് ഈ യുദ്ധവിമാനങ്ങൾ 2 അവർ തന്നെ തകർത്തു എന്നാണ്. കാരണം ഇറാൻ അധീനതപ്പെടുത്തുമോ എന്ന് കരുതിക്കൊണ്ടാണ് അത്തരം ഒരു നീക്കം നടത്തിയത് എന്നാണ്. യഥാർത്ഥത്തിൽ കൊണ്ടുവന്ന വിമാനങ്ങളും യുദ്ധ സംവിധാനങ്ങളും തിരിച്ചു കൊണ്ടുപോകാൻ കഴിയാതെ ഓടി രക്ഷപ്പെട്ടു എന്നാണല്ലോ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും കരയുദ്ധം എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ല. അവിടെ നിന്ന് ഒരു സൈന്യത്തോട് യുദ്ധം ചെയ്യാനുള്ള പ്രാപ്തിയും കെൽപ്പും ശക്തിയും വേണം. പക്ഷെ അതില്ല എന്നത് ഈ ഓപ്പറേഷനിലൂടെ വളരെ വ്യക്തമായിരിക്കുകയാണ്. അല്ല എങ്കിൽ അമേരിക്കയുടെ ഈ യുദ്ധ ഉപകരണങ്ങളെങ്കിലും സംരക്ഷിക്കാൻ അമേരിക്കൻ സൈനികർക്ക് സാധിക്കേണ്ടിയിരുന്നു. പക്ഷെ അതുണ്ടായില്ല. വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. അവിടെ ഇനിയും മുന്നോട്ട് പോകാൻ അമേരിക്കൻ സൈന്യം ശ്രമിച്ചിരുന്നുവെങ്കിൽ എന്ത് ദുരന്തമായിരിക്കും അമേരിക്കൻ സൈനികർക്കുണ്ടാവുക. നമുക്കറിയാം, കരയുദ്ധം നടത്തുമ്പോൾ ഇത്തരത്തിലുള്ളൊരു നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ആ സൈന്യം പിൻവാങ്ങുകയായിരിക്കുമല്ലോ ബുദ്ധിയുള്ള ഒരു സൈന്യം നടത്തുക. അപ്പോൾ തിരിച്ചടി നേരിട്ടു പിന്തിരിഞ്ഞോടേണ്ട സാഹചര്യമാണ് ഇറാനിന്റെ മണ്ണിൽ അമേരിക്കൻ സൈനികർക്ക് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതേസമയം പൈലറ്റിനെ രക്ഷപ്പെടുത്തിയോ ഇല്ലയോ എന്ന കാര്യത്തിൽ മാത്രമാണ്. ഇനി രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും കരയിൽ നിന്ന് യുദ്ധം ചെയ്യാൻ മാത്രമുള്ള ശക്തി അമേരിക്കൻ സൈനികർക്ക് ഡെൽറ്റ ഫോഴ്സിന് ഇല്ല എന്നതാണ് ഇതിലൂടെ ലോകത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത്.